ഒരു ഞാൻ പറഞ്ഞല്ലോ യോർക്ക് സൈലം എന്നൊക്കെ പറഞ്ഞല്ലോ, പണ്ട് രോഗികളെ കെട്ടിയിട്ട് ഭ്രാന്തൻ ജയിലിൽ ചികിത്സയ്ക്ക് ആക്കുന്ന ഒരു ചികിത്സാ രീതി. അതാണ് ബെത്ലഹേം. ഈ ആശുപത്രിയിൽ വെച്ചാണ് ആദ്യമായിട്ട് ചെയിൻ റിലീസ് ചെയ്യുന്നൊരു സംഭവമൊക്കെ ഉണ്ടായത്. ഈ ആശുപത്രിയിൽ 1403 ഒരവസ്ഥയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി പഴയൊരു ചികിത്സാ രീതി ട്രാൻകുലൈസിങ് ചെയർ. ഇതൊരു പ്രത്യേക കസേരയാണ്. ഈ കസേരയിൽ ആളുടെ കാല് കെട്ടിയിട്ടുണ്ട്, കൈ കെട്ടിയിട്ടുണ്ട്. തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതിരിക്കാനായിട്ട് തല ഉറപ്പിക്കാനുള്ളൊരു സംവിധാനം വെച്ചിട്ടുണ്ട്. ഇനി വേളിംഗ് ചെയർ. ഒരു കസേരയിൽ എത്തിയിട്ട് അയാളെങ്ങനെ കറക്കി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ബോധം കെട്ട് അയാള് അബോധാവസ്ഥയിലേക്ക് പോകും. അതാണ് അന്നത്തെ ഒരു ചികിത്സാ രീതി. ഇനി ഇതാ മറ്റൊരു ചികിത്സാ രീതി. അയാൾ ഈ രോഗിയുടെ കാല് കണ്ടോ, ഒരു പ്രത്യേക സംവിധാനത്തിൽ കാലിങ്ങനെ കുടുക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അയാൾക്ക് പുറത്ത് കിടക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഇന്നൊക്കെ റീസ്ട്രെയിനിങ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? നമ്മളിപ്പം കൈയും കാലൊക്കെ കെട്ടും. പക്ഷെ അന്നത്തെ ഒരു ചികിത്സാ രീതിയാണ്. പണ്ടത്തെ ഒരു ആശുപത്രിയിലെ അന്തേവാസികൾ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഇനി കുറച്ചുകൂടി ചികിത്സ പുരോഗമിച്ചപ്പം ഹൈഡ്രോതെറാപ്പി എന്ന് പറയും. അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ആയുർവേദ ചികിത്സാ രീതിയാണ്. ധാര, വെള്ളം ഇങ്ങനെ തലയെക്കൊണ്ട് ഒഴിച്ചുകൊണ്ടിരിക്കുക. അത് തല ചൂടായിട്ടാണ് മാനസിക രോഗം ഉണ്ടാകുന്നത്. അപ്പം വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നാൽ അയാൾക്ക് ശമനം കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ ഇൻസുലിൻ കൊടുത്തിട്ട് ഷുഗർ കുറച്ചിട്ട് അയാളെ ഇൻസുലിൻ കോമ തെറാപ്പി. വളരെ അപകടമാണ്, പലപ്പോഴും മരിച്ചു പോവാം. പിന്നെയാണ് ECT, സെർലറ്റി ബിനി. 1938 ECT എന്നുള്ള സംവിധാനം കൊണ്ടുവന്നത്. അതാണ് പിന്നെ മോഡേൺ ചികിത്സാ രീതിക്ക് വന്നത്. ഇനി സ്കിസോഫ്രീനിയ എന്നുള്ള രോഗത്തെ കുറിച്ച് പറയുമ്പോൾ അടിസ്ഥാനപരമായിട്ട് എന്താണ് ആ രോഗത്തിനുള്ള കാരണം? അതില് നമ്മുടെ തലച്ചോറിലെ നാഡീകോശങ്ങൾ പരസ്പരം വിനിമയത്തിന് ഉപയോഗിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, രാസപരിവാഹക വസ്തുക്കൾ അല്ലെ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ, സെറട്ടോണിൻ, ഗ്ലൂട്ടമിൻ എന്നൊക്കെ പറയും. അത്തരത്തിലുള്ള ന്യൂറോണൽ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒരു ഇംബാലൻസ്, ചില സ്ഥലത്ത് കൂടുന്നു, ചില സ്ഥലത്ത് കുറയുന്നു. അത്തരത്തിലൊരു ഇംബാലൻസ് ആണ് ഇതിന്റെ ഒരു അടിസ്ഥാന കാരണം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് സ്കിസോഫ്രീനിയ എന്നുള്ള ഒരു ബ്രെയിൻ ഡിസീസാണ്, ഒരു മസ്തിഷ്ക രോഗമാണ്. അതിൽ പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ പ്രീഫ്രോണ്ടൽ ലോബ്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇമോഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അമിഗ്ഡല, ഹിപ്പോകാമ്പസ്, പാരാഹിപ്പോകാമ്പൽ ഗൈറസ്, ഇവിടെയൊക്കെ സംഭവിക്കുന്ന ചില ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് ആണ് ഈ രോഗത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കാരണം. ഡോർസോ ലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ്, ഈ ഭാഗത്ത് ഉള്ള ഒരു കെമിക്കൽ ഇംബാലൻസ്, ആ മിഡ് ബ്രെയിൻ അവിടെ വരുന്ന ഒരു ഇംബാലൻസ്, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. പ്രധാനമായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സ്കിസോഫ്രീനിയയിലെ ഈ തരത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രധാനമായിട്ടും ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽസ് ആണ്. ഈ ഡോർസോ ലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സില് ഡോപ്പമിന്റെ അളവ് കുറയുന്നു. മിഡ് ബ്രെയിൻ, അമിഗ്ഡല, പാരാഹിപ്പോകാമ്പൽ ഗൈറസ്, ന്യൂക്ലിയസ് അക്യുംബൻസ് എന്നൊക്കെ പറയുന്ന തലച്ചോറിന്റെ ഉൾഭാഗത്തുള്ള മിഡ് ബ്രെയിനില് ഡോപ്പമിന്റെ അളവ് കൂടുന്നു. ഡോപ്പമിന്റെ അളവ് കൂടുമ്പോൾ ഡെലൂഷൻ, ഹാലൂസിനേഷൻ ഒക്കെ ഉണ്ടാവും. ഈ ഭാഗത്ത് ഡോർസോലാറ്ററൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സിൽ ഡോപ്പമിന്റെ അളവ് കുറയുമ്പം ഈ സോഷ്യൽ വിക്ടോയില് വൃത്തി കുറയുക, അറ്റൻഷൻ കുറയുന്നു, കോൺസെൻട്രേഷൻ കുറയുന്നു, സോഷ്യൽ സ്കിൽസ് കുറയുന്നു, ജഡ്ജ്മെന്റ് കപ്പാസിറ്റി കുറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡോപ്പമിൻ ഇംബാലൻസ്, ഒരു സ്ഥലത്ത് കൂടുന്നു, ഒരു സ്ഥലത്ത് കുറയുന്നു. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്നത്. ഈ ഗ്ലൂട്ടമേറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ തലച്ചോറ് കൂടുന്നതും സ്കിസോഫ്രീനിയയുടെ ഒരു കാരണമാണ്. അപ്പൊ ഇതില് കൊടുക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാല് ഇത്തരത്തിലുള്ള ന്യൂറോ കെമിക്കൽ ഇംബാലൻസിനെ ശരിയാക്കി എടുക്കാനുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മള് പണ്ടത്തെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ പഴയ ആന്റിസൈക്കോട്ടിക് മരുന്നുകളാണ്. അത് ഈ ഡോപ്പമിന്റെ അളവ് കുറയ്ക്കാൻ മാത്രമേ സഹായിക്കുള്ളൂ. ഡോപ്പമിന്റെ അളവ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? ഡെലൂഷൻ, ഹാലൂസിനേഷൻ ഒക്കെ കുറയും. പക്ഷെ മറ്റൊരു ഭാഗത്ത് ഡോപ്പമിൻ കുറഞ്ഞിട്ടാണ് സോഷ്യൽ സ്കിൽസ് കുറയുന്നത്, അറ്റൻഷൻ കുറയുന്നത്, കോൺസെൻട്രേഷൻ കുറയുന്നത്, നമ്മുടെ സോഷ്യലൈസേഷൻ കുറയുന്നത്. അപ്പൊ അതിനെ ഒന്നും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ പഴയ ആന്റിസൈക്കോട്ടിക്സ് സഹായിക്കില്ല. അത് ഡെലൂഷൻ, ഹാലൂസിനേഷൻ കുറയ്ക്കും, ആളുടെ ആക്രമണ പ്രവണത കുറയ്ക്കും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സെക്കൻഡ് എന്ന് പറയുന്ന ന്യൂ ജനറേഷൻ ആന്റിസൈക്കോട്ടിക്സ് വന്നിരിക്കുന്നത്.
ന്യൂ ജനറേഷൻ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കിസോഫ്രനിയുടെ നമ്മൾ ഡെലിവിഷൻ ഹാലൂസിനേഷനൊക്കെ പോസിറ്റീവ് സിംറ്റംസ് എന്ന് പറയും. നെഗറ്റീവ് സിംറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സോഷ്യൽ സ്കിൽസ് ഇല്ല, ജഡ്ജ്മെന്റ് കപ്പാസിറ്റി ഇല്ല, അറ്റൻഷൻ ഇല്ല, കോൺസെൻട്രേഷൻ ഇല്ല, ഒരാൾക്ക് വേണ്ട കാര്യങ്ങൾ ഇല്ലാതിരിക്കുക, അതാണ് നെഗറ്റീവ് സിംറ്റം. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ് പോസിറ്റീവ് സിംറ്റം. അപ്പോൾ ന്യൂമർ ആൻറ്റിസൈക്കോട്ടിക്സിന്റെ ഗുണം ഈ പോസിറ്റീവ് സിംറ്റംസിനെയും നെഗറ്റീവ് സിംറ്റംസിനെയും ഒരുപോലെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ രോഗിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഏറ്റവും നല്ല മെഡിസിൻ സെക്കൻഡ് ജനറേഷൻ ന്യൂവർ ആൻറ്റിസൈക്കോട്ടിക്സ് ആണ്. താരതമ്യേന പഴയ ആൻറ്റിസൈക്കോട്ടിക്സിനെ അപേക്ഷിച്ച് സൈഡ് ഇഫക്ട്സ് ഒക്കെ കുറവാണ്. റെസ്പെരിഡോൺ, ഒലാൻസെപ്പിൻ, ക്വിറ്റിയാപ്പിൻ, ഇങ്ങനെ നിരവധി പുതിയ തരത്തിലുള്ള ആൻറ്റിസൈക്കോട്ടിക്സ് ഉണ്ട്.